ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പി ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പി ബ്ലോക്കിൽ ഫോക്കസ് ഏരിയ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ വീഡിയോ നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, ടുഡേ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. പി ബ്ലോക്ക് എലമെൻറ്റ്സ്. എന്താണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്? ദ എലമെൻറ്റ്സ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ദ പി ഓർബിറ്റൽ their valence of their valence shell they are called p block elements ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് 13 തൊട്ട് 18 വരെയാണ് എക്സെപ്റ്റ് ഹീലിയം. അതായത് 13ാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബോറോണിൻ്റെ ഫാമിലി, 14 കാർബണിൻ്റെ ഫാമിലി, 15 നൈട്രജൻ്റെ ഫാമിലി, 16 ഓക്സിജൻ്റെ ഫാമിലി, 17 ഹാലജൻസ്, 18 നോബിൾ ഗ്യാസ്. ഓക്കെ, അത്രയും എലമെൻറ്റ്സ് ആണ് പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ വരുന്നത്. ഇനി ദ വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ ഓഫ് ദിസ് ഈസ് എന്താണ്? NS2 NP 1 to 6 ആണ്. ദ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഷോൺ ബൈ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആണ്. അതായത് സം ഓഫ് എസും പിയും, വാലൻസ് സബ്ഷെല്ലിലുള്ള എസിൻ്റെയും പിൻ്റെയും എണ്ണത്തിന് തുല്യമായിട്ടാണ് അവരെന്ത് കാണിക്കുന്നത്? വാലൻസി കാണിക്കുന്നത്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല മിസ് ജസ്റ്റ് പി ബ്ലോക്കിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളൂ. നമ്മളിതിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഒക്കെ വരുന്നത് പി ബ്ലോക്കിലാണ്. ഓക്കെ സ്റ്റുഡൻസ്, പി ബ്ലോക്കിൽ നമുക്ക് ഫോക്കസ് പോയിൻ്റ് പ്രകാരം ആദ്യം വരുന്നത് ഡൈബോറൈൻ ആണ്, B2H6. ഈ കോമ്പൗണ്ടിനെ നമ്മൾ ഹൈഡ്രൈഡ്സിൽ കണ്ടതാണ്. അതായത് കൊവാലൻ ഹൈഡ്രൈഡ്സിൽ ഫസ്റ്റ് കാറ്റഗറി വരുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഹൈഡ്രൈഡ്സ് ആണ്. അതിൽ വരുന്നതാണ് P2H6. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അടുത്ത ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നുള്ളത്. ഇനി ഇതിൽ ഡൈബോറൈൻ്റെ പ്രിപ്പറേഷനാണ് ആദ്യം വരുന്നത്. ഡൈബോറൈൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ബോറോൺ ട്രൈഫ്ലൂറൈഡിനെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡും വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാണ്. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഡൈബോറൈൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി വേറൊരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളിതിൽ വാലൻസിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. 4, 3 അതൊന്നും വേണ്ട. 2 കോമ്പൗണ്ട്സ് BF3 അങ്ങനെ നോക്കിയാൽ മതി. ഇക്വേഷൻ ബാലൻസ് ആവണമെന്നില്ല കേട്ടോ. നെക്സ്റ്റ് ലബോറട്ടറി പ്രിപ്പറേഷനാണ്. അതിൽ അയഡിൻ വിത്ത് സോഡിയം ബോറോഹൈഡ്രൈഡ്. അഗെയിൻ സോഡിയം ബോറോഹൈഡ്രൈഡ് ഈസ് അഗെയിൻ എ റെഡ്യൂസിങ് ഏജൻറ്റ്. അത് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? B2H6 കിട്ടുന്നുണ്ട്. ഇനി ഇത് ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ഡൈബോറൈൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് BF3 വിത്ത് സോഡിയം ഹൈഡ്രൈഡാണ്. സോഡിയം ഹൈഡ്രൈഡുമായിട്ട് ബോറോൺ ട്രൈഫ്ലൂറൈഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഡൈബോറൈൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2 ലബോറട്ടറി പ്രിപ്പറേഷനും ഒരു ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനുമാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഡൈബോറൈനിലേക്ക് പോവാം. ഡൈബോറൈൻ എന്ന് പറയുന്നത് കളർലെസ് ആണ്, ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് ആണ്. ഇനി അത് ഡൈബോറൈൻ ക്യാച്ചസ് ഫയർ സ്പോണ്ടേനിയസ്ലി അപ്പോൺ എക്സ്പോഷർ ടു എയർ ഇതാണ്. ഇനി ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓക്സൈഡ് B2O3 കറസ്പോണ്ടിങ് ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. Diborane is readily hydrolyzed by water to give boric acid. ചോദിക്കാറുണ്ട് ഹൗ ബോറിക് ആസിഡ് ഈസ് പ്രിപ്പയർഡ് എന്ന് ചോദിക്കാറുണ്ട്. ഡൈബോറൈൻ readily hydrolyzed by water to give boric acid. B2H6 plus 6H2O gives 2BOH3 plus 6H2O. അതാണ് അങ്ങനെയാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ബോറിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡൈബോറൈൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് ലൂയിസ് എന്താണ്? ആസിഡാണ്. സോ അത് ലൂയിസ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യും. അതുപോലെ തന്നെ അമോണിയമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് അമോണിയമായിട്ടുള്ള റിയാക്ഷനാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. ഓക്കെ, അതിൽ മൂന്നാമത്തെ റിയാക്ഷൻ നോക്കുക. ഡൈബോറൈൻ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? അമോണിയമായിട്ട് ഹൈ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്തിട്ട് B3N3H6 അതായത് നമ്മുടെ ബൊറാസിൻ അതായത് ബെൻസീൻ, ഓർഗാനിക് ബെൻസീൻ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടാണിത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ ആണ്. സ്ട്രക്ചർ ഓഫ് ഡൈബോറൈനിൽ നിങ്ങളിപ്പോൾ പഠിക്കേണ്ട 4ാമത്തെ പാഠം, അതായത് ബോറോണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്.
അതായത് ഓൾ ദ 6 ഹൈഡ്രജൻ ആറ്റംസ് ആർ നോട്ട് സിമിലർ. ഇനിയിപ്പോൾ ഇതിൽ എത്ര ബോണ്ട് വരുന്നുണ്ട്? 6 ബോണ്ട് വരുന്നുണ്ട്. ഈ 6 ബോണ്ടും ഒരുപോലെയല്ല ഡൈബോറേൻ്റെ കേസിൽ കേട്ടോ. 4 ആർ ടെർമിനൽ ഹൈഡ്രജൻ ആൻഡ് 2 ആർ ബ്രിഡ്ജ്ഡ് ഹൈഡ്രജൻ കേട്ടോ. സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 4 ആർ ടെർമിനൽ ഹൈഡ്രജൻ ആൻഡ് 2 ആർ ബ്രിഡ്ജ്ഡ് ഹൈഡ്രജൻ ആണ്. ഇനി ദ 4 ടെർമിനൽ ഹൈഡ്രജൻസ് ആൻഡ് 2 ബോറോൺ ആറ്റംസ് ലൈ ഇൻ 1 പ്ലെയിൻ ആൻഡ് ബ്രിഡ്ജ്ഡ് ഹൈഡ്രജൻ ആറ്റംസ് ലൈ എബോവ് ആൻഡ് ബിലോ ദ പ്ലെയിൻ. മീൻസ് അതിൻ്റെ സ്ട്രക്ചർ കാണിച്ചു തരാം നിങ്ങൾക്ക്, അപ്പോൾ മനസ്സിലാവും. കണ്ട, ഇതിൽ ഡൈബോറേൻ്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. അതിൽ 4 pH ബോണ്ട് ഒരേ പ്ലെയിനിലാണ് കിടക്കുന്നത്. അതിൻ്റെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 119 pm ആണ്. ബോണ്ട് ആംഗിൾ, അവർ തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ. ആ സമയം ബാക്കി 2 അതിനാണ് ബ്രിഡ്ജ്ഡ് ഹൈഡ്രജൻ ആറ്റംസ്. കാരണം BHB അതുപോലെ തന്നെ BHB അങ്ങനെയാണ് വരുന്നത്. അവിടെ അതിനെയാണ് നമ്മൾ ബ്രിഡ്ജ്ഡ് ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. മറ്റ് 4 നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെർമിനൽ ഹൈഡ്രജൻ BH ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് ദ ബ്രിഡ്ജ്ഡ് ഹൈഡ്രജൻ ആറ്റം ലൈ 1 above the plane and 1 below the plane ആണ്. ദ 4 ടെർമിനൽ BH ബോണ്ട്സ് ആർ റെഗുലർ ടു, സാധാരണ ബോണ്ടുകൾ പോലെ തന്നെ 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ്. ഇനി 4 ടെർമിനൽ BH ബോണ്ട് 2 ഇലക്ട്രോൺ 2 ബോണ്ടാണ്. അടുത്തത് നമ്മുടെ ബ്രിഡ്ജ്ഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 3 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ ബോണ്ടാണ്. 3 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ ബോണ്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 3 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ ബോണ്ടാണ്. അതിന് ദിസ് ബോണ്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബനാന ബോണ്ട് എന്ന് വിളിക്കാറുണ്ട്. ഡൈബോറൻ ഹാസ് ഓൺലി എത്രയാണ്? 12 ഇലക്ട്രോൺസേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി ഫ്രം ഈച്ച് ബോറോൺ ആൻഡ് 6 ഫോം ദ ഹൈഡ്രജൻ ആറ്റംസ്, ദസ് ഇറ്റ് ഈസ് എൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആറ്റം. ഇപ്പോൾ ഡൈബോറേൻ സ്റ്റുഡൻസ്, ഡൈബോറേൻ്റെ സ്ട്രക്ചർ എപ്പോഴും ചോദിക്കുന്ന NB ക്വസ്റ്റ്യൻ ആണ്. അതില്ലാത്തൊരു പേപ്പർ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ സ്ട്രക്ചർ ഓഫ് ഡൈബോറേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് വരയ്ക്കണം? പിക്ചർ വരയ്ക്കണം. ബോണ്ട് ആംഗിൾ ഒന്നും അടയാളപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്ത് വരയ്ക്കുക? പിക്ചർ വരയ്ക്കുക. രണ്ടാമത് കൊടുത്തിരിക്കുന്ന പിക്ചർ കൊണ്ട് അതുപോലെ വരയ്ക്കുക. എന്നിട്ട് എന്ത് പറയണം? ബോറോണ്ട് ഹൈബ്രിഡൈസേഷൻ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. 2 ടൈപ്പ് ബോണ്ട് ഉണ്ട്. അതായത് ഒന്ന് 4 BH ബോണ്ട് ടെർമിനൽ BH ബോണ്ട് ഉണ്ട്. 2 ബ്രിഡ്ജഡ് ബോണ്ടാണെന്ന് പറയാം. അതൊരു പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ്, ഈ 4 ടെർമിനൽ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് 2 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ ബോണ്ടാണ്. അടുത്തത് ബ്രിഡ്ജ് എന്ന് പറയുന്നത് 3 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ ബോണ്ടാണ്. ഇത്രയും പോയിൻറ്റ്സ് ആണ് നിങ്ങൾ ഡൈബോറേൻ്റെ സ്ട്രക്ചർ എഴുതുമ്പോൾ മെയിനായിട്ട് എഴുതേണ്ട. സ്ട്രക്ചർ വരയ്ക്കുക, 2 ടൈപ്പ് ബോണ്ട് ഉണ്ടെന്ന് പറയുക, ഏതൊക്കെയാണെന്ന് പറയുക, അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് പറയാം. ഓക്കെ. അത്രയാണ് ഡൈബോറേൻ്റെ സ്ട്രക്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് കാറ്റനേഷൻ പ്രോപ്പർട്ടി ഓഫ് കാർബൺ. അതായത് കാർബൺ ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അതർ ആറ്റങ്ങളുമായിട്ട് കൊവാലൻ്റ് ബോണ്ട് വഴിയായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാർബണിൻ്റെ കേസിൽ തന്നെ കാർബൺ സിംഗിൾ ബോണ്ട് ഉണ്ട്. അവിടെ തന്നെ C ഡബിൾ ബോണ്ട് C ഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ C ട്രിപ്പിൾ ബോണ്ട് C. അങ്ങനെ ഒരേ എലമെൻ്റായിട്ട് തന്നെ ബോണ്ട് ചെയ്യാനുള്ള കാർബണിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാറ്റനേഷൻ എന്ന് വിളിക്കുന്നത്. കാർബൺ ആറ്റംസ് ഹാവിങ് ദ ടെൻഡൻസി ടു ലിങ്ക് വിത്ത് വൺ അനദർ ത്രൂ ദ കൊവാലൻ്റ് ബോണ്ട് ടു ഫോം ചെയിൻസ് ഓർ റിങ്സ്. അവിടെ കാറ്റനേഷൻ പോസിബിൾ ആവുന്നത് p ബോണ്ട് ഫോർമേഷൻ വഴിയായിട്ടാണ്. ആ കാർബൺ ഈസ് ഏബിൾ ടു ഫോം അലക്ട്രോപ്പിക് ഫോംസ്. ഈ ഒരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കാർബൺ എന്ത് ഫോം ചെയ്യാൻ പറ്റും? അലക്ട്രോപ്പിക് ഫോംസ് ഫോം ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പൈ ബോണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾ 4th ചാപ്റ്ററിൽ പഠിക്കും കേട്ടോ. പൈ ബോണ്ട് ഫോർമേഷൻ വഴിയായിട്ടാണ് കാർബൺ എന്ത് ഫോം ചെയ്യാൻ പറ്റുന്നത്? അലക്ട്രോപ്പിക് ഫോംസ് ഫോം ചെയ്യാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് യൂസസ് ഓഫ് ഡയമണ്ട് ആണ്. ഡയമണ്ട് നമ്മൾ കട്ടിങ് ഓഫ് ഗ്ലാസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷാർപ്പനിങ് ഓഫ് ഹാർഡ് ടൂൾസ്, മേക്കിംഗ് ഓഫ് ഡൈസ്, മാനുഫാക്ചറിങ് ഓഫ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ്സ്, അങ്ങനത്തെ സംഭവങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സർജൻസ് യൂസ്ഡ് ഫോർ ഷാർപ്പ് എഡ്ജ്ഡ് ഡയമണ്ട്സ് ടു റിമൂവ് ദ കാർട്ടിയാറ്റിക്ക ഫ്രം ഐസ്. കണ്ണിൽ നിന്നുള്ള ഇതൊക്കെ എടുത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ഡയമണ്ട്സ് ഉപയോഗിക്കാറുണ്ട്. ഡയമണ്ട് സൂചി ഉപയോഗിച്ചിട്ടാണ് അവരത് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഏതെങ്കിലും 2-3 യൂസസ് പഠിച്ചു വയ്ക്കാം. ഓക്കെ.
നെക്സ്റ്റ് അലട്രോപ്പ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് പ്യൂറസ്റ്റ് ഫോംസ് എന്ന് തെർമോഡൈനാമിക്സ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു. തെർമോഡൈനാമിക്കിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കാർബണിൻ്റെ അലട്രോപ്പ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് ഹാസ് എ ലയേർഡ് സ്ട്രക്ചർ ആണ്. ലെയേഴ്സ് ആർ ഹെൽഡ് ബൈ വാൻഡർവോൾസ് ഫോഴ്സ് ഓഫ് ആണ്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെയർ എന്ന് പറയുന്നത് 340 pm ആണ്. ഈച്ച് ലെയർ ഈസ് കമ്പോസ്ഡ് ഓഫ് പ്ലാനാർ ഹെക്സഗണൽ റിങ്സ് ഓഫ് കാർബൺ. നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അവിടെ CC ഡബിൾ ബോണ്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 141.5 pm ആണ്. ഇനി ഇവിടെ ഈച്ച് കാർബൺ ഈസ് ഹെക്സഗണൽ റിങ്സ് അണ്ടർഗോസ് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ ഗ്രാഫൈറ്റിലെ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസേഷൻ ആണ് വരുന്നത്. ഇറ്റ് മേക്ക് 3 സിഗ്മ ബോണ്ട് വിത്ത് 3 നൈബറിങ് കാർബൺ ആറ്റംസ്. അപ്പോൾ അവിടെ എന്തുണ്ട്, ഫോർത്ത് ഒരു ഇലക്ട്രോൺ, കാർബണിൻ്റെ വാലൻസി 4 ആണ്, അതിൽ 3 എണ്ണമാണ് എന്ത് ഫോം ചെയ്യുന്നുള്ളൂ, സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നുള്ളൂ. ബാക്കി ഫോർത്ത് ഇലക്ട്രോൺസ് എന്താണ് ചെയ്യുന്നത്, പൈ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ആ ഇലക്ട്രോൺ ആർ ഡീലോക്കലൈസ്ഡ് ഓവറോൾ ദ ഷീറ്റ്. ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഡീലോക്കലൈസ് ചെയ്തിരിക്കുന്നുണ്ട്. കാരണം പൈ ബോണ്ടാണ്, പൈ ബോണ്ട് വീക്കാണ്. നിങ്ങളത് പഠിക്കും. സിഗ്മ ബോണ്ടാണ് സ്ട്രോങ്, പൈ ബോണ്ട് വീക്കാണ്. അപ്പോൾ അത് എന്ത് ചെയ്യും, ഡീലോക്കലൈസ് ചെയ്യും. ഇലക്ട്രോൺ ആർ ആ ഫോർത്ത് ഇലക്ട്രോൺ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മൊബൈലാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാഫൈറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡയമണ്ടും ഗ്രാഫൈറ്റും കാർബണിൻ്റെ അലട്രോപ്പ് തന്നെയാണ്. പക്ഷേ ഡയമണ്ട് എന്ന് പറയുന്നത് നോൺ കണ്ടക്റ്റിംഗ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഗ്രാഫൈറ്റ് കണ്ടക്റ്റിംഗ് ആണ്, നമ്മൾ ഇലക്ട്രോഡൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത കൊണ്ടാണ്, ഹൈബ്രിഡൈസേഷൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ഡയമണ്ട് എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ അവിടെ എന്താണ്, 3 സിഗ്മ ബോണ്ടേ വരുന്നുള്ളൂ ഗ്രാഫൈറ്റിൽ. ബാക്കി ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് പൈ ബോണ്ടായിട്ട് നിൽക്കുകയാണ്. അത് ഡീലോക്കലൈസ് ചെയ്ത് ഓവറോൾ മൂവ്മെൻറ്റ് അതിന് പോസിബിൾ ആണ്. അതുകൊണ്ട് ഗ്രാഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്, ഗ്രാഫൈറ്റിലെ സക്സസീവ് ലെയർ ഫോർമേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, അത് ഹെൽഡ് ചെയ്യുന്നത് വീക്ക് വാൻഡർവോൾസ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ലെയർ ക്യാൻ ബി സ്ലിപ്പ് ഓവർ അനദർ. ഒരു ലെയറിന് മേലെ മറ്റൊന്ന് സ്ലിപ്പറി ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, സോഫ്റ്റ് ആയിട്ടും ഗുഡ് ലൂബ്രിക്കൻ്റ് ഏജൻ്റ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് വരുന്നത് യൂസസ് ഓഫ് ഗ്രാഫൈറ്റ് ആണ്. നമുക്കറിയാം ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ലെഡ് പെൻസിൽസ് ഉപയോഗിക്കുന്നുണ്ട്, ലൂബ്രിക്കൻ്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഈ ഗ്രാഫൈറ്റിനെ നമുക്ക് എന്താക്കി മാറ്റാം, ഡയമണ്ട് ആക്കി മാറ്റാം ബൈ അപ്ലൈയിങ് ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഡയമണ്ട് ദസ് ഒബ്റ്റൈൻഡ് ഡസ് നോട്ട് ഹാവ് എന്താണ്, ജേം ക്വാളിറ്റി, അതായത് ഇതിൻ്റെ ക്വാളിറ്റിയിൽ കുറച്ച് കുറവുണ്ടായിരിക്കും. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫൈറ്റിനെ എന്താക്കി മാറ്റാൻ പറ്റും, നമുക്ക് ഡയമണ്ട് ആക്കിയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് അലട്രോപ്പ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് ഫ്ലൂറിൻസ് ആണ്. അതിൻ്റെ പിക്ചർ നിങ്ങൾ നേരത്തെ സ്ലൈഡിൽ കണ്ടിട്ടുണ്ടാവും. അതിൽ ന്യൂലി ഡിസ്കവേർഡ് അലട്രോപ്പിക് ഫോമാണ്. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെറിക്കൽ മോളിക്യൂൾസ് ആണ്. അത് കാർബണിൻ്റെ അളവ്, കാർബൺ 60, 70, 76, 84 ഒക്കെ കാർബൺസിൻ്റെ സ്പെറിക്കലായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ് ഫ്ലൂറിൻസിൽ വരുന്നത്. അതിൽ ഏറ്റവും മോസ്റ്റ് കോമൺലി നോൺ ഫ്ലൂറിൻ എന്ന് പറയുന്നത് C16 ആണ്. ഇനി അതിൽ നെയിം ചെയ്തിരിക്കുന്നത് ബക്ക്മിൻസ്റ്റർ ഫ്ലൂറിൻസ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, ഇനി ഫ്ലൂറിൻസ് ആർ മെയ്ഡ് ബൈ ഹീറ്റിംഗ് ഓഫ് ഗ്രാഫൈറ്റ് ഇൻ എൻ ഇലക്ട്രിക്കൽ ആർക്ക് ഇൻ ദ പ്രസൻസ് ഓഫ് ഇനേർട്ട് ഗ്യാസ് സച്ച് ആസ് ഹീലിയം ഓർ ആർഗൺ. അതായത് ഫ്ലൂറിൻസ് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ, ഗ്രാഫൈറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യാണ് ഇലക്ട്രിക്കൽ ആർക്ക് വെച്ചിട്ട് ഇൻ പ്രസൻസ് ഓഫ് ഇനേർട്ട് ഗ്യാസസ്. ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോബിൾ ഗ്യാസസ്, ഹീലിയോ അല്ലെങ്കിൽ ആർഗണിൻ്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഫ്ലൂറിൻസ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് അപ് ടു എത്രയാണ്, 350 വരെ. ഈവൺ നമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക, 350 വരെ ഏറ്റവും ബിഗ് ഫ്ലൂറിൻസ് എന്ന് പറയുന്നത്. ഇനി അതിൽ അവരുടെ സ്ട്രക്ചറാണ് പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ഫ്ലൂറിൻസിൻ്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാർബൺ 60 മുതൽ ഉള്ള കാർബൺസ് സ്പെറിക്കൽ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ അലട്രോപ്പാണ് ഇത് ഫ്ലൂറിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിലെന്താണ്, ഈച്ച് കാർബൺ ആറ്റം അവിടുത്തെ ഇതെന്ന് പറയുന്നത് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് 5 മെമ്പേർഡ് റിംഗ് ആണ് ഫ്യൂസ് വിത്ത് 6 മെമ്പേർഡ് റിങ്ങും. 5ഉം 6ഉം റിങ്സ് കൂടി ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത്. അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഈച്ച് കാർബൺ ആറ്റം ഫോംസ് 3 സിഗ്മ ബോൺസ് വിത്ത് അതർ 3 കാർബൺ ആറ്റംസ്. The electron remaining at each carbon atom is delocalized into molecular orbitals ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് അരോമാറ്റിക് ക്യാരക്ടർ ഉണ്ട്. അരോമാറ്റിക് ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. അതായത് ബെൻസീൻ പോലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനുള്ളൊരു ക്യാരക്ടറാണ് ഈ അരോമാറ്റിക് ക്യാരക്ടർ. ഓക്കെ, അതുകൊണ്ട്
ബോൾ ഷേപ്പ്ഡ് മോളിക്യൂൾ ഹാസ് 6 വെർട്ടെക്സ് ആണ്. ഇനി ഈച്ച് വെർട്ടെക്സ് ആർ ഓക്യുപ്പൈഡ് ബൈ വൺ കാർബൺ ആറ്റം. അങ്ങനെയൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ഹൈബ്രിഡൈസേഷൻ പഠിക്കുക. sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ അതിൽ 3 കാർബൺ അതർ 3 കാർബണായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ബാക്കി 3 എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്തിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബോണ്ട് ലെങ്ത് ഒക്കെയാണ് പറയുന്നത്. അതൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അതിൽ സ്പെറിക്കൽ ഫ്ലൂറിൻസ് ആർ ഓൾസോ കോൾഡ് ആർ ബക്കി ബോൾസ് ഇൻ ഷോർട്ട്, അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് 3 അലിട്രോപ്പിക് ഫോംസ് ആണ്: ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫ്ലൂറിൻസ്. അപ്പോൾ ഫ്ലൂറിൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങൾ പഠിക്കുക. എല്ലാത്തിൻ്റെയും ഹൈബ്രിഡൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഗ്രാഫൈറ്റിന് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ കൊണ്ട് ഉള്ള പ്രത്യേകതകൾ, കണ്ടക്റ്റൻസ് എങ്ങനെ കാണുന്നു, അതുപോലെ തന്നെ ലെയേർഡ് ഫോം എങ്ങനെ ഫോം ചെയ്യുന്നു, അതുകൊണ്ടാണ് അതിനെ ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് യൂസസ് ഓഫ് കാർബൺ ആണ്. നമുക്കറിയാം നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസിൽ ഉൾക്കൊള്ളുന്നതാണ് ഇത് കാർബൺ. ഗ്രാഫൈറ്റ് ഫൈബേഴ്സ് എംബഡഡ് ഇൻ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇലക്ട്രോൺസ് ഇൻ ബാറ്ററീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആക്ടിവേറ്റഡ് ചാർക്കോൾ ഈസ് യൂസ്ഡ് ഫോർ അബ്സോർബിങ് പോയ്സണസ് ഗ്യാസ്, അങ്ങനെയുള്ള ഒരുപാട് യൂസസ്. അപ്പോൾ ഏതെങ്കിലും 4 യൂസസ് പഠിച്ചു വയ്ക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ സ്റ്റുഡൻസ്, നമുക്കിപ്പോൾ ഈ ബ്ലോക്കിലെ ലാസ്റ്റ് ടോപ്പിക്ക് സിലിക്കൻ്റെ ഒരു കോമ്പൗണ്ട് പഠിക്കാനുള്ളൂ. അത് സിലിക്കോൺസ് ആണ്. സിലിക്കോൺസ് ആർ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് സിലിക്കൺ പോളിമർ ആണ്. അതായത് ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് SiOR ആണ്. അതിങ്ങനെ ജോയിൻ ചെയ്തിട്ട് പോളിമേഴ്സ് ഫോം ചെയ്യുന്നതാണ് ഇത് സിലിക്കോൺസ്. അതിൽ മോണോമർ യൂണിറ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, R2SiO. ആസ് എ റിപ്പീറ്റിംഗ് യൂണിറ്റ് ആണ്. ദ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് സിലിക്കോൺസ് ആർ ആൽക്കൈൽ അരയിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിലിക്കോൺ ക്ലോറൈഡ്. അതായത് RnSiCl എന്ന് പറയുന്ന കോമ്പൗണ്ട്സിൽ നിന്നാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, സിലിക്കോൺസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ എന്താണ് സിലിക്കോൺസ് എന്നാണ് ചോദിക്കുക. അപ്പോൾ ഓർഗാനോ സിലിക്കൺ പോളിമർ ആണ്. മോണോമർ യൂണിറ്റ് എന്ന് പറയുന്നത് R2SiO ആണ്. ഓക്കെ, ഇനി അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് അങ്ങോട്ട് പോവണ്ട. എന്താണ് സിലിക്കോൺസ് എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. സിലിക്കോൺസ് ആർ ഓർഗാനോ സിലിക്കൺ പോളിമർ ആണ്. മോണോമർ യൂണിറ്റ് എന്ന് പറയുന്നത് R2SiO ആണ്. അതുപോലെ പിക്ചറും വരയ്ക്കുക കേട്ടോ. അത്രയാണ് പഠിക്കേണ്ടത്. ഇനി അതിൻ്റെ പ്രിപ്പറേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മീഥൈൽ ക്ലോറൈഡ് റിയാക്ട് വിത്ത് സിലിക്കൺ ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ അറ്റ് 573 Kelvin ടെമ്പറേച്ചർ. വേരിയസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ക്ലോറോസ് ലൈൻസ് കിട്ടും. അതിൽ നിന്നാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സിലിക്കോൺസ് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചാൽ മതി. ആ പിക്ചർ വരയ്ക്കുക, മോണോമർ യൂണിറ്റ് എന്നതാണെന്ന് പറയുക. ഇറ്റ് ഈസ് എൻ ഓർഗാനോ സിലിക്കൺ പോളിമർ ആണെന്ന് പറയാം. ഓക്കെ, സ്റ്റുഡൻസ്, മിസ്സിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. നമ്മുടെ ഫോക്കസ് ഏരിയയിൽ കാർബൺ ഡൈ ഓക്സൈഡ് അല്ല കേട്ടോ, കാർബൺ മോണോക്സൈഡ് ആണ്. മിസ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സ്ലൈഡ് എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഫോക്കസ് ഏരിയ മാത്രം പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിൽ കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പോൾ ജസ്റ്റ് മിസ് അതൊന്ന് പറയാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന്. ഡയറക്റ്റ് ഓക്സിഡേഷൻ ഓഫ് കാർബൺ ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ ആണ്. എക്സസ് സപ്ലൈ ആണ് അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. അപ്പോൾ ലിമിറ്റഡ് സപ്ലൈയിൽ നമ്മൾ ഹീറ്റ് ചെയ്യാം. ഓക്കെ, ഇൻ സ്മോൾ സ്കെയിൽ പ്യുവർ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ഡിഹൈഡ്രേഷൻ ഓഫ് ഫോർമിക് ആസിഡ്. നിങ്ങൾക്കറിയാം ഉറുമ്പിലൊക്കെയുള്ള ആസിഡാണ്. അതിനെ എന്ത് ചെയ്യുക, അതിൽ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാർബൺ മോണോക്സൈഡ് കിട്ടും. ഇനി കൊമേഴ്ഷ്യലി നമുക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ കണ്ടതാണ്. അവിടെ എന്താണ്, മിക്സർ ഓഫ് CO ആൻഡ് H2O പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ് കിട്ടുന്നുണ്ട്. കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനും കൂടി വാട്ടർ ഗ്യാസ് കിട്ടുന്നത് നമ്മൾ കണ്ടു ഇല്ലേ. ആ റിയാക്ഷനിൽ എയർ ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് സീം. അതായത് നമ്മളതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മിക്സർ ഓഫ് കാർബൺ മോണോക്സൈഡിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്, കാർബൺ മോണോക്സൈഡിന്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത റിയാക്ഷൻ വരുന്നത് ഈ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് N2 ഈസ് കോൾഡ് പ്രൊഡ്യൂസർ ഗ്യാസ്. പ്രൊഡ്യൂസർ ഗ്യാസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ ഈസ് നോൺ ആസ് പ്രൊഡ്യൂസർ ഗ്യാസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോക്ക് പ്ലസ് സ്റ്റീം പ്ലസ് എന്താണ്, കോക്ക് പ്ലസ് സ്റ്റീം ഗീവ് CO പ്ലസ് H2 ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റീമിന് പകരം എയർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ കിട്ടും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, പ്രൊഡ്യൂസർ ഗ്യാസ്.
പ്രോപ്പർട്ടീസ് ഓഫ് ഇതാണ് കാർബൺ മോണോക്സൈഡ് ഈസ് കളർലെസ് ഗ്യാസ് ആണ്. അതൊന്നും നിങ്ങൾ നോക്കണ്ട, ടോക്സിക് ആണ്. നമുക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് ടോക്സിക് ആണെന്ന് പറയുന്നത്. ബ്ലഡിലെ ഹിമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹിമോഗ്ലോബിൻ ആണ് ശരിക്കും നമുക്ക് ആവശ്യം, അതിന് പകരം കാർബോക്സി ഹിമോഗ്ലോബിൻ വരും. അപ്പം നമ്മൾ ഡെത്ത് വരെ സംഭവിക്കാം. നമ്മൾ ആ ഫിലിമിൽ അനാർക്കലി ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ, പൃഥ്വിരാജ് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചിട്ട് മരിക്കും. അതായത് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ബ്ലഡ് റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെത്ത് വരെ സംഭവിക്കും കേട്ടോ. ഇനി കാർബൺ ബേൺസ് ഇൻ എയർ വിത്ത് എന്താണ് ബ്ലൂ ഫ്ലെയിമിൽ കത്തിയിട്ട് എന്തുണ്ടാവുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. നമ്മൾ അടുത്തോടെ നിങ്ങൾ കാണും മെറ്റലർജി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അയേണിൻ്റെ ഓക്സൈഡിനൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് അയൺ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ അയണിൻ്റെ മെറ്റലർജിയിൽ അല്ലെങ്കിൽ അയൺ എക്സ്ട്രാക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. അതുപോലെ തന്നെ കാർബൺ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിട്ടുള്ള നിക്കൽ, കൊബാൾട്ട് അവരുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്, മെറ്റൽ കാർബണൈൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി യൂസസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ആണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിൽ ഫ്യൂവൽ ഇൻ ഫോം ഓഫ് വാട്ടർ ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റലർജിക്കൽ പ്രോസസ്സിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം അത്രയുമാണ് കാർബൺ മോണോക്സൈഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് പി ബ്ലോക്കിലെ എല്ലാ ടോപ്പിക്സും നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വീഡിയോൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് പഠിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.